ധൃതിപ്പെട്ട് സ്ക്രോൾ ചെയ്യുന്നവർക്ക് ഞാൻ ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യില്ല. വേറൊരു പണിയും ചെറുപ്പില്ലാത്ത കാണുന്നവരുണ്ടെങ്കിൽ കണ്ടോ, പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ ഒരു തേങ്ങയില്ല. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സ്ഥിരം കലാപരിപാടിയായ ഉറക്കം ഇന്ന് വൈകുന്നേരം 5 മണി വരെ നീണ്ടു. അത് കഴിഞ്ഞൊന്ന് കുളിച്ചിട്ട് വന്ന് നോക്കിയപ്പോൾ എന്റെ വാച്ച് കാണാനില്ല. സോ കമ്മിങ് ടു ദ പോയിന്റ്, എന്താണ് നടന്നതെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ 10 മണിക്ക് ഞാനും അമ്മാനോട് ഒന്ന് മുടി വെട്ടാൻ പോയപ്പോഴത്തേക്ക് നമ്മുടെ ബായ്ക്ക് എന്റെ വാച്ച് ഇഷ്ടപ്പെട്ടു. ഇന്ന് ഇടാൻ തരുമെന്ന് ചോദിച്ചു, ഞാൻ ഊരിക്കൊടുത്തു. പക്ഷേ തിരിച്ചു വാങ്ങാൻ മറന്നുപോയി. സോ നമ്മൾ 14 വിളിച്ചോണ്ട് നേരെ കടയിലേക്ക് പോവാണ്. നമ്മളെ സ്ഥിരം മുടി വെട്ടുന്ന ബായാണ്. സോ കമ്പനിയാണ്, നമ്പർ കയ്യിലുണ്ട്. അങ്ങനെ ബായെ വിളിച്ചു. എനിക്ക് പിന്നെ അപാര പാണ്ഡിത്യാണ്ട് ഇംഗ്ലീഷും ഹിന്ദിയോടെ മിക്സാക്കി ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ ബായ്ക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അങ്ങനെ ബായുടെ കടയിലെത്തി. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന മുന്നാ ബായ്. ബായ് എന്ന് നമ്മൾ വിളിക്കുമെങ്കിലും നമ്മുടെ സെയിം ഏജ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഭയങ്കര കമ്പനിയാണ് ഇവൻ. സംസ്ഥാനം വേറെ ആണെങ്കിലും നമ്മുടെ ഫ്രണ്ടായ എന്റെ ക്വാളിറ്റി അവൻ കാണിക്കണമല്ലോ. നീ ഇത് എനിക്ക് തന്നല്ലോടെ നാറി, അവിടെ ഇനി തിരിച്ചെടുത്തില്ല. അവസാനം നമ്മൾ അറ്റേ പ്രയോഗം ഇറക്കി. ഇതെനിക്ക് എന്റെ ഗേൾ ഫ്രണ്ട് തന്നെ നീ തിരിച്ചു തന്നേ പറ്റത്തുള്ളൂ പറഞ്ഞു. അവനകത്തങ്ങ് വീണു. അവനറിയത്തില്ലല്ലോ നമ്മൾ സിംഗിൾ ആണെന്ന്. അപ്പോൾ ഇനി അടുത്ത മുടിവെട്ടിനെ കാണാം. ഓക്കെ ബൈ പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പ്രത്യേകം ഉമ്മ പറഞ്ഞു ചപ്പാത്തി വാങ്ങാൻ മറക്കല്ലേ. സോ നമ്മൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് ചപ്പാത്തി എടുത്ത് ഇറങ്ങാൻ നേരത്തെ നമ്മൾ കാര്യം മനസ്സിലായത് പൈസ എടുക്കാൻ നമ്മൾ മറന്നു. അല്ലെങ്കിലും നമ്മൾ മനുഷ്യരാകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മറക്കുമല്ലോ, സ്വാഭാവികം. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി പൈസ വാങ്ങി തിരിച്ചു വന്ന് ചപ്പാത്തി വാങ്ങി കംപ്ലീറ്റ് ആയിട്ട്. അങ്ങനെ ചപ്പാത്തിയും വീട്ടിൽ കൊണ്ട് കൊടുത്തു. നമുക്കിനി പള്ളിയിൽ പോകണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഓക്കെ ബൈ.